പോസിറ്റീവായിട്ട് നമുക്ക് ഈ സ്റ്റാറ്റസ് ഗെയിമിനെ യൂസ് ചെയ്യാൻ പറ്റുമോ? സ്റ്റാറ്റസ് ഗെയിമൊന്നും നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി നശിച്ചു പോയത്. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഹി ഗോട്ട് പരോൾ ആഫ്റ്റർ വെരി ലോങ് ടൈം. ഇതെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മൾ പറയേണ്ട ഒരാളാണ് സോഷ്യൽ മീഡിയ. ഇനി ജയിലിൻ്റെ ഉള്ളിലായിരുന്നെങ്കിലും കൂടി അയാൾ അവിടെ ഹീറോ ആയിരുന്നു. ബുക്കിൻ്റെ പേരാണ് ദ സ്റ്റാറ്റസ് ഗെയിം. ശ്യാം, യെസ്, ഇന്നത്തെ ബുക്ക് ഇച്ചിരി ഡിഫറെൻ്റ് ആണല്ലേ? അതെ, ഓക്വേർഡ്. നമ്മൾ ഇല്ല എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ബേസിക് എസെൻസ് തന്നെ ഈ സ്റ്റാറ്റസ്. നമ്മൾ സ്റ്റാറ്റസിനെതിരെ വർക്ക് ചെയ്യുന്നവരാണ്. സ്റ്റാറ്റസിനെ കുറിച്ച് നെഗറ്റീവായിട്ട് നമ്മൾ എപ്പോഴും പറയാറ്. പക്ഷേ സ്റ്റാറ്റസ് എന്ന ആ വാക്കിനെ പോസിറ്റീവായിട്ട് പറഞ്ഞ ഒരു ഓഥറിനെ കുറിച്ച്, എൻ്റെ ബുക്കിനെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ബുക്കിൻ്റെ പേരാണ് ദ സ്റ്റാറ്റസ് ഗെയിം. വിൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു ഫേമസ് ന്യൂയോർക്ക് ജേർണലിസ്റ്റിൻ്റെ ബുക്കാണ്. ഹീസ് നോട്ട് ജസ്റ്റ് എ ജേർണലിസ്റ്റ്, പക്ഷേ ഒരു റിസർച്ചറാണ്. ആൻഡ് ദിസ് ബുക്ക് ഈസ് എവിഡൻസ് ബേസ്ഡ് ആസ് പെർ ഹിം. ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാമോ? എങ്ങനെയൊക്കെ വൈ ഷുഡ് വി വാച്ച് ദിസ് എപ്പിസോഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആളുകൾക്കുണ്ടാവും. ശ്യാം, എന്താണ് ശ്യാം പറയാനുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട്? നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈഗോ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ജീവിതത്തിൽ എല്ലാവരും ഗോൾസ് സെറ്റ് ചെയ്യുന്നു, അച്ചീവ് ചെയ്യുന്നു. നമ്മളൊരു പരിധി വരെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നമ്മളെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ ദർ ഇസ് നോ, എനിക്കും ഒരു പേഴ്സണൽ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നമുക്ക് ഇതെല്ലാം മടുത്തായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും, എന്തിനാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ആളുകൾ ഒബ്സർവ് ചെയ്യുമ്പോഴാണെങ്കിലും ദേ ആർ ഡൂയിങ് തിങ്സ്, പക്ഷെ ദർ ഇസ് എ വൺ തിങ് ബിഹൈൻഡ് എവറിത്തിങ്. അപ്പോൾ ഞാനൊരു സമയത്ത് ഐ വാസ് സോർട്ട് ഓഫ് ക്യൂരിയസ് അബൌട്ട് വാട്ട് ഈസ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ. അപ്പോൾ അവരെ ജീവിക്കാൻ മോട്ടിവേറ്റ് ചെയ്യണത് എന്താണ്, അല്ലെങ്കിൽ അവരെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യണത് എന്താണ്? ദർ ആർ മെനി തിയറീസ്. ഇപ്പോൾ നമ്മൾ ആ ഒരു മാസ്ലോസ് ഹൈറാർക്കി ഒക്കെ പറയണ പോലെ പല ലെവലിലാണ് നമ്മളുടെ നീഡ്സ് ഒക്കെ കിടക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം ഒരു കോൺട്രവേഴ്ഷ്യലി അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു ഓഥറാണ് വിൽ സ്റ്റോർ. അപ്പോൾ പുള്ളി പറയണത് ട്രൂലി ലൈക്ക് മനുഷ്യൻ ഈസ് ആൻ ആനിമൽ ഹു ഇസ് സീക്കിംഗ് ആ ഒരു സ്റ്റാറ്റസ് അപ്രൂവൽ എന്ന് പറയുന്നത്. നമുക്കൊരു ഈഗോ സ്ലാഷ് ആ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ ലൈഫിനെ ഡയറക്റ്റ് ചെയ്യണത് എന്നാണ് ഉള്ളൊരു പെർസ്പെക്റ്റീവിൽ വന്നിട്ടുള്ളൊരു ബുക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ജനറലി കേൾക്കുന്ന ഒരു കാര്യമാണ് സ്റ്റാറ്റസ് ആവരുത് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത്, നമ്മൾ ദർ ഷുഡ് ബി പാഷൻ, ലൈക്ക് പല തിയറീസ് ഉണ്ട്. പക്ഷെ അതല്ല, സ്റ്റാറ്റസ് ആണ് ആളുകൾ ഡ്രൈവ് ചെയ്യണത് എന്നുള്ളതാണ്. അതൊരു വെരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു കാര്യമാണ്, നിനക്ക് മറ്റേ നമ്മുടെ സിനിമ ഒരു ജയസൂര്യയുടെ ഒരു മൂവിക്കകത്ത് സിദ്ദിഖ് പറഞ്ഞത്, ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഒരു കൺസെപ്റ്റാണത്. നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് കോ, നമ്മൾ എന്തായിരിക്കുന്നു അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഉള്ള ഒരു പ്രയാണമാണ് നമ്മുടെ ലൈഫ് എന്നാണ് വിൽ സ്റ്റോർ പറയുന്നത്. ഈ സ്റ്റാറ്റസ് ഗെയിം ഇപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ ഇൻട്രൊഡക്ഷൻ തന്നു. അപ്പോൾ ഈ സ്റ്റാറ്റസ് ഗെയിം അതെന്താണ്, അതെങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ പ്ലേ ചെയ്യുന്നത്? സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ തന്നെ, അതായത് മറ്റുള്ളവരുടെ കണ്ണിൽ കൂടെ നമ്മളെന്ത് വാല്യൂ കാണുന്നു എന്നുള്ളതാണ് സ്റ്റാറ്റസ്. അതായത് യു വാല്യൂ ഇൻ ഐസ് ഓഫ് പീപ്പിൾ ഹൂ മാറ്റേഴ്സ് ടു യു മോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, അവരുടെ കണ്ണിൽ കൂടെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് സ്റ്റാറ്റസ്. പുള്ളി പറയണത് ശരിക്കും മനുഷ്യൻ ജീവിക്കണത് അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന്, അല്ലെങ്കിൽ ആ ഒരു വി ആർ പ്ലേയിങ് എ ഗെയിം ഓൾ ദ ടൈം വിച്ച് ഈസ് ഫോർ സ്റ്റാറ്റസ്. അതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ കൺസെപ്റ്റ്. വലിയ വീടുകളും വലിയ വണ്ടികളും ഒക്കെ മേടിക്കുന്ന പോലെ. അതെ, ഇപ്പോൾ നമുക്ക് അറിയണ്ടാവില്ലായിരിക്കും, അറിഞ്ഞാലോ അറിഞ്ഞില്ലെങ്കിലോ യു ആർ എ പേഴ്സൺ ഹു സോർട്ട് ഓഫ് ലുക്കിംഗ് ഫോർ സ്റ്റാറ്റസ്. അപ്പോൾ അതിനൊരു ഇൻട്രസ്റ്റിംഗ് ഒരു സ്റ്റോറിയിലാണ് പുള്ളി ഇതിലേക്ക് ബുക്കിലേക്ക് വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെൻ ഗൺ എന്ന് പറഞ്ഞ ഒരു റിയൽ പേഴ്സണാണ്. പുള്ളി 2012 മറ്റൊരു ആളനെ കൊന്നിട്ട് വളരെ ചെറുപ്പത്തിലുള്ള പ്രായത്തിൽ ഹി എൻറ്റേർഡ് ഇൻ ടു ജയിലിലായിരുന്നു, പ്രിസണിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി 10-20-30 വർഷത്തോളം ജയിലിൽ കിടന്നിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഹി ഗോട്ട് പരോൾ ആഫ്റ്റർ വെരി ലോങ് ടൈം. ഹി ഡിസൈഡഡ് നോട്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ജയിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒന്ന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അയാൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോവാത്തത് എന്നുള്ളത്. പിന്നീടാണ് ഈ സൈക്കോളജിസ്റ്റ് അതിലെ പുള്ളി റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ പുള്ളി ജയിലിൻ്റെ ഉള്ളിലായിരുന്നെങ്കിലും കൂടി
അയാൾ അവിടെ ഹീറോ ആയിരുന്നു. ഓക്കെ. അപ്പൊ അവിടത്തെ ചിട്ടകളെല്ലാം പുള്ളിയുടെ അണ്ടറിലായിരുന്നു. ഹി വാസ് ലൈക്ക് എ സ്റ്റാർ ഇൻ ദ ജയിൽ. അതുകൊണ്ട് പുള്ളിക്ക് പുറത്തിറങ്ങിയ ഒരു വില ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്തിനാ സ്റ്റാറ്റസ് കളയുന്നു? എന്തൊരു സ്റ്റാറ്റസ് അല്ല. അപ്പൊ പുള്ളി പറയണത് അപ്പൊ നമ്മൾ ജയിലിൽ വരെ കിടക്കാൻ മനുഷ്യന് ഇഷ്ടപ്പെടും ആ ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് അതിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ ഇറ്റ്സ് എ റിയൽ സ്റ്റോറിയാണ്, റിയലി ഹാപ്പൻഡ് ഇൻസിഡന്റ് ആണ്. വെരി വെരി ഫേമസ്. ഒരു ബെൻ ഗൺ GUNN എന്ന് പേരുള്ള ഒരു സോർട്ട് ഓഫ് പ്രിസണർ. ഓക്കെ. ഈ ബെൻ ഗൺ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പൊ പുള്ളി പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ, സോ ലൂസിങ് ദാറ്റ് സ്റ്റാറ്റസ്, അതെങ്ങനെയായിരിക്കാം പുള്ളിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് വിൽ സ്റ്റോർ തിങ്ക് ചെയ്യുന്നത്. പുറത്തിറങ്ങി പുള്ളി, പക്ഷെ ഹി റിഫ്യൂസ് ടു കം ഔട്ട്. പുള്ളി ആ പുറത്തിറങ്ങി എക്സ്പീരിയൻസ് ചെയ്തതിലും പുള്ളിക്ക് അത് ഹി കുഡിൻ കോപ്പ് ഔട്ട് സൈഡ് ആക്ച്വലി. ഓക്കെ. പക്ഷേ ഹി വെന്റ് ഇൻ സൈഡ്. പക്ഷെ എന്നിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ പുള്ളി അവിടുത്തെ ഒരു ജയിലിൽ ഒരു വാർഡനായിട്ട് മറ്റോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗേളായിട്ട് അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ദേ ബീൻ ഇൻ ലവ്, ലൈക്ക് സോർട്ട് ഓഫ് ഹി ഫെൽ ഇൻ വിത്ത് ലവ് ഇൻ വിത്ത് ഹെർ. അങ്ങനെ നോക്കിയപ്പോൾ ഹി ഫെൽറ്റ് മോർ വാല്യൂഡ് വിത്ത് ഹെർ. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസിൽ പുള്ളി പുറത്തേക്ക് ഇറങ്ങി ജയിലിൽ നിന്ന്. അങ്ങനെയാണ്. അപ്പൊ അവിടെയാണ് ആ ഒരു സ്റ്റാറ്റസ് നമ്മൾ വേറെ ആൾ ഇംപ്രസ് ചെയ്യാൻ ഒരു കാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെയും ആ ഒരു സ്റ്റാറ്റസ് ആണ് പ്ലേ ചെയ്തത് എന്ന് പറയുന്നത്. അപ്പോ ഈ സ്റ്റാറ്റസ് ഗെയിം ഒന്നും നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ലിജിൻ ചോദിച്ച പോലെ എങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റാറ്റസ് ലൂസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി ഹ്യൂമൻ ആൻഡ് ആനിമൽ ദേ സ്ട്രഗിൾ വെൻ ദേ ലൂസ് സ്റ്റാറ്റസ്. അപ്പൊ നമ്മൾ ലിജിൻ തുടങ്ങിയ നേരത്തെ പറഞ്ഞ പോലെ ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഹീറോ എന്ന് പറഞ്ഞ പോലെ, മനുഷ്യൻ ഈവൻ കൊലപാതകങ്ങൾ നടത്തുന്നത് വരെ സ്റ്റാറ്റസ് ഇല്ലാണ്ടായി പോകുമ്പോൾ, അല്ലെങ്കിൽ അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അവന് ഏറ്റവും ഹ്യൂമിലിയേറ്റഡ്, ഏറ്റവും വയലന്റ് ആവണം. ഇപ്പൊ അങ്ങനെ പല റിസർച്ച് നടത്തിയിട്ടുള്ളതിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു ബ്രിട്ടീഷ് മിലിറ്ററിയുടെ ഇടയിൽ നടത്തിയ റിസർച്ചിൽ ഏറ്റവും ലോ സ്റ്റാറ്റസിലുള്ള ആളുകൾ ഈവൻ ദേ ഡൈ ഏർലി എന്ന് വരെ പറയണം. കാരണം അവർ ഫോർ മെനി റീസൺസ്. ഇപ്പോൾ ഒരു ഹയർ സ്റ്റാറ്റസിലുള്ള ആളുകൾ കൂടുതൽ ഹാപ്പിയാണ്. അങ്ങനെ അപ്പോൾ ദർ ആർ മെനി ഫാക്ടേഴ്സ് സോർട്ട് ഓഫ് ഇമ്പാക്ടിങ് ദ ലൈഫ് ഓഫ് പീപ്പിൾ, എസ്പെഷ്യലി വിത്ത് ദ സ്റ്റാറ്റസ്. ഓക്കെ. ഇപ്പോൾ സ്റ്റാറ്റസ് ലൂസ് ചെയ്താൽ നമ്മളത് അഫക്റ്റ് ചെയ്യുന്നു എന്ന് ഷാൻ പറഞ്ഞു. അപ്പോൾ വിൽ സ്റ്റോർ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ പക്ഷേ ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കൊരു സ്റ്റാറ്റസ് ഗെയിൻ ചെയ്യണം. ഇപ്പം നമ്മുടെ നെക്സ്റ്റ് സ്റ്റാറ്റസ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ വേറൊരു സ്റ്റാറ്റസ് ഗെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു ഡു ആസ് പെർ വിൽ സ്റ്റോർ? സ്റ്റാറ്റസ് മനുഷ്യൻ ഗെയിൻ ചെയ്യാൻ നോക്കുന്നത് 3 രീതിയിലാണ്. 3 രീതിയിലെന്ന് വെച്ചാൽ, ഒന്ന് പുള്ളി ആ മനുഷ്യൻ എപ്പോഴും എയ്തർ ഹി ട്രൈസ് ടു സോർട്ട് ഓഫ് ഡോമിനേറ്റ് അതേഴ്സ്. ഇപ്പം നമുക്ക് പവർ ഉപയോഗിച്ച്, ഇപ്പം ഞാനൊരു പവർ, ഒരു സീനിയർ പൊസിഷനിലിരിക്കുന്ന ഒരു ബോസ്, ഹി ഈസ് ഷോയിങ് ഹിസ് സ്റ്റാറ്റസ് സിംബൽ. അപ്പോൾ പുള്ളിക്ക് അടുത്ത ആളുകൾ അടിച്ചമർത്താം, എപ്പോഴും നമ്മളൊരു അൺഅപ്രോച്ചബിൾ പേഴ്സൺ ആക്കിയിട്ട് മാറ്റാം. അങ്ങനെ പല രീതിയിലും, അല്ലെങ്കിൽ ഒരു ഗ്യാങ് ലീഡർ, ഒരു ഗുണ്ട. അപ്പോൾ അവരൊക്കെ അവരുടെ ഒരു സുപ്പീരിയോറിറ്റി കാണിക്കുന്നത്, ഒരു ഡൊമിനൻസ് അതിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ മറ്റുള്ള രീതിയിൽ സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യുന്നത് സക്സസ്ഫുൾ ആയിട്ടാണ്. പല ആളുകളും ആ ഒരു എന്താ പറയുക, ദേ ആർ ഏണിങ് സക്സസ്, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പഠിച്ച് അച്ചീവ് ചെയ്ത് നമ്മൾ ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത്. ഞാനും ഒരു സമയത്ത് കുറെ സക്സസ് കണ്ടുകൊണ്ടിരുന്നത്. സക്സസ് മീൻസ് നമ്മൾ സർട്ടിഫിക്കറ്റുകൾ ഓരോ വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ 1-2 ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ, when I look back, maybe I was sort of being played by the status. കാരണം എല്ലാവരെക്കാളും കുറച്ച് മുന്നിലോട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഒരു സൂപ്പർ അച്ചീവർ ആവണം എന്നുള്ള ഒരു സ്റ്റാറ്റസ് ആയിരിക്കാം ആസ് പെർ ഈ ബുക്ക് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമ്മളൊരു വെർച്യൂ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെർച്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ, എല്ലാവരാലും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ലീഡറാണ്, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ലീഡർ. പക്ഷെ അവരുടെ ഇടയിലും സ്റ്റാറ്റസ് ആണ് അവരെയും പ്ലേ ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പൊ ഈവൻ ഒരു മോങ്ക് ആണെങ്കിൽ പോലും, ഒരു സന്യാസി ആണെങ്കിൽ പോലും, ഇപ്പോൾ എന്താ പറയാ, ഒരു 6 മാസം ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്ന സന്യാസി ഉണ്ടെങ്കിൽ അടുത്ത ആൾ നോക്കുന്നത് 7 മാസം നിൽക്കാനാണ്. അപ്പൊ അതിന്റെ ഇടയിലും ആ ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ടുള്ളതാണ് പറയണത്. അപ്പൊ പുള്ളി അതിന് പല രീതിയിലുള്ള എവിഡൻസും അതിൽ കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ ഇപ്പൊ 5 വർഷം ഭരിച്ചു, 10 വർഷം ഭരിക്കുക എന്നുള്ളതാണ് അടുത്ത പാർട്ടിനേക്കാളും എന്നുള്ള. അപ്പൊ അങ്ങനെ 10 വർഷം ഭരിക്കുന്നവരാണ് അടുത്ത സ്റ്റാറ്റസ് ആയല്ലോ, 2 വർഷം ഇതായ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ. അപ്പം ആ വിർച്യൂ ഗെയിം, അങ്ങനത്തെ രീതിയിലുള്ള അത് ദാറ്റ് സൗണ്ട്സ് മോർ ഡേഞ്ചറസ്. ബാക്കി രണ്ടും പോസിറ്റീവ്ലി അഫക്റ്റിംഗ് യു ആണ്. കാരണം അല്ലേ, വിൽ സ്റ്റോർ തന്നെ പറയുക, രണ്ടാമത്തെ ആണ് ഇത്തിരി കൂടി പോസിറ്റീവ്. കാരണം അറ്റ്ലീസ്റ്റ് യു ആർ ട്രൈങ് ടു ബി സക്സസ്ഫുൾ. നമ്മൾ ഡൊമിനേറ്റ് ചെയ്യാൻ നോക്കുന്നില്ല. ഏറ്റവും ഒരു മോറൽ വാല്യൂ ഉള്ള സ്റ്റാറ്റസ് രണ്ടാമത്തെ സ്റ്റാറ്റസ് ആണ്. സക്സസ്ഫുൾ ആയിട്ട് സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. I think that is a way that you could
ഡോണ്ട് ഹീ സോർട്ട് ഓഫ് നമുക്ക് ഒരു രീതിയിലും സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യണം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഹി സജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഇസ് ദ ഐഡിയൽ വേ. ഓക്കെ, പക്ഷെ വിർച്യു ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിറ്ററലി പറഞ്ഞ മത്സരമാണ്. അതെ അതെ. അപ്പോൾ അത് വിച്ച് വിൽ ഹാവ് നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ യു. സോ വൈ ഇസ് ഇറ്റ് ഡേഞ്ചറസ്? ഇപ്പം ആ കൂട്ടത്തിൽ ഏറ്റവും ഡേഞ്ചറസ് അതാണ്. എന്തുകൊണ്ടാണ് വിർച്യു എന്നുള്ള ആ ഒരു ഇതിന് സ്റ്റാറ്റസ് ഗെയിനിങ് ഗെയിം ഏറ്റവും ബാഡ് ആവാൻ കാരണം? അതായത് എന്ന് വെച്ചാൽ ഇത് പുള്ളി പറയുന്നത് ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഇഫ് ഹി സമ്മൺ ഈസ് ബീങ് സെലക്ടഡ് ആസ് എ മേ ബി റിലീജിയസ് ലീഡർ, പൊളിറ്റിക്കൽ ലീഡറൊക്കെ ആകുമ്പോൾ അവരെക്കാളും വലുതായിട്ടുള്ളൊരു പൊസിഷൻ അവർ തന്നെ അക്വയർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു റീസെൻറ്റ് മേ ബി നമ്മുടെ നാട്ടിലെത്തുക അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലെ പൊളിറ്റിക്കൽ സിനാരിയോസ് നോക്കിക്കഴിഞ്ഞാൽ ചിലർ സുപ്രീം പവറിൽ അധികം നാൾ പവറിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ തിങ്ക് ദേ ആർ ദ സൂപ്പർ പവേഴ്സ്. നോ നെയിം ഇല്ല, ഐ തിങ്ക് ദാറ്റ്സ് ഹൗ ദേ സേ. ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഒക്കെ അങ്ങനെയാണല്ലോ ഉണ്ടാവുന്നത്. ഈവൻ റിലീജിയസിലാണെങ്കിലും പുള്ളി പറയണത് ഒരു അത്രയും ഹയർ പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദേ ഈവൻ തിങ്ക് ദേ ആർ ദ റെപ്രസെന്റേറ്റീവ് ഓഫ് എ ഗോഡ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഡേഞ്ചർ ആയെന്ന് പറയുന്നത്. കാരണം അവർക്ക് മോർ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. അപ്പോൾ അവർ ദേ തിങ്ക് ദേ ക്യാൻ ഡു എനിത്തിങ്. ആ ഒരു സുപ്രീം പവറിൽ ഇരിക്കുമ്പോൾ ആ ഒരു വെർച്വൽ ആണല്ലോ, അത് ഉള്ളതിന് ഇല്ലാത്തതായിട്ട് തോന്നുന്നതാണല്ലോ. മറ്റുള്ള ആളുകളെ ഔട്ട്സ്റ്റാൻഡ് ചെയ്ത് നിർത്തുന്ന ഒരു കാര്യമാണ് ഞാനെന്നുള്ള തോന്നി. അപ്പൊ കൂടുതൽ തോന്നാൻ തുടങ്ങുക. അപ്പൊ നമ്മള് ലോകത്തിന് ഉപകാരം ഉണ്ടാവുക എന്നുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മൾ പറയേണ്ട ഒരാളാണ് സോഷ്യൽ മീഡിയ. നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ ഇപ്പൊ എല്ലാരും സ്റ്റാറ്റസ് കാണിക്കുന്ന എവിടെയാ? ഈ സോഷ്യൽ മീഡിയ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഇല്ല എന്നൊരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ആകെ ആളുകൾ സ്റ്റാറ്റസ് കാണിച്ചുകൊണ്ടിരുന്നത് കാർ മേടിച്ചും വീട് കൊണ്ടു. നമ്മളിത് പറയുമ്പോഴാണ് അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ആണല്ലോ നമ്മൾ ഇടുന്നത്. നമ്മള് ഫീഡിന് പറയണ പേര് സ്റ്റാറ്റസ് ആണല്ലോ. സത്യം, അത് മറച്ചു വെക്കുന്ന പോലെ തുറന്നു പറയാണ് ഞങ്ങൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. സോ അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ രീതിയിൽ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ അവർ നമ്മൾ മേക്ക് യൂസ് ചെയ്യുവാണ്. നമ്മളെ ആ സ്റ്റാറ്റസ് ഗെയിമിൽ നമ്മളെ കൊണ്ടുവന്ന് പെടുത്തുവാണ്. നമ്മളൊരു പ്ലെയേഴ്സ് ആക്കിയാണ് അവിടെ കൊണ്ടുവന്നത്. നീ അവൻ മറ്റേ ഇത് സന്തോഷിച്ച് സ്വിറ്റ്സർലൻഡിൽ പോയിട്ടോ വീഡിയോ ഇട്ടു, ഓക്കെ നീ അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഇടണം, ഫോട്ടോ ഇടണം എന്നുള്ള രീതിയിൽ നമ്മളെ ഇത് നമ്മൾ ഗെയിമിഫൈ ചെയ്യുവാണ്. സോ ഹൗ ഇസ് ഇറ്റ് അഫക്റ്റിംഗ് അസ്? ലൈക്ക് എന്താണ് അതിൻ്റെ ഒരു ഇമ്പാക്ട് എന്താണ്? സോഷ്യൽ മീഡിയ ആണ് ശരിക്കും മനുഷ്യനെ ഇപ്പോൾ ആധുനിക കാലത്ത് അല്ലെങ്കിൽ മോഡേൺ ഏജിൽ സ്റ്റാറ്റസിനെ പ്ലേ ചെയ്തിട്ട്, അതായത് മനുഷ്യനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം സോഷ്യൽ മീഡിയ ആണെന്ന് പറയുന്നത്. വിൽ സ്റ്റോർ ബീൻ സോർട്ട് ഓഫ് അഗെയിൻസ്റ്റ്, നോട്ട് അഗെയിൻസ്റ്റ്, ബട്ട് ഹി ഓൾവേസ് സോർട്ട് ഓഫ് അതിനൊരു ക്രിട്ടിസൈസ് ചെയ്യുന്ന ടോണിൽ എപ്പോഴും സംസാരിക്കാറ്. ഈ ഡോപ്പമിൻ റിലീസ് നമ്മൾ പറയാറുള്ളത് പോലെ നമ്മൾ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലിജിനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എവറി നൗ ആൻഡ് ദെൻ വി ലുക്ക് അറ്റ്, നമ്മൾ നോക്കണത് എപ്പോഴും എത്ര ലൈക്സ് നമുക്ക് കൂടുതൽ കിട്ടി, അല്ലെങ്കിൽ എത്ര കൂടുതൽ ആൾ നമ്മളെ കണ്ടു, എത്ര ആളുകളിലേക്ക് അത് റീച്ച് ഔട്ട് ചെയ്തു എന്നുള്ളതാണ്. അതാണ് നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഡ്രൈവ് ചെയ്യണത് എന്ന് പറയണത്. അപ്പോൾ ആ ഒരു ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ നമ്പേഴ്സ്. കാരണം ഇപ്പോൾ ലിജിനൊരു നമ്മളൊരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ നമുക്കൊരു 1000 ലൈക്ക് റെഗുലറായിട്ട് കിട്ടുന്ന ഒരാളാണെങ്കിൽ വി വോണ്ട് മോർ. കാരണം നമുക്ക് അവരെക്കാളും ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ അവരെക്കാളും കൂടുതലായിട്ട് നിൽക്കണം. എത്ര കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ എത്തി എന്നുള്ള രീതിയിലാണ് അതിനെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഐ ലൈക്ക് ദ ആസ്പെക്ട് ദാറ്റ് ഹീ സെയിങ്, ഇതൊരു നമ്മളാ ഒരു അൺസർട്ടനിറ്റി ഉണ്ടല്ലോ, അൺസർട്ടനിറ്റിയാണ് ഇതിൽ പ്ലേ ചെയ്യണമെന്നുള്ളത്. ഇപ്പൊ ലിജിന് അറിയാം 100 ലൈക്ക് കിട്ടും എന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ ലുക്ക് നോക്കില്ല അതില്. ഇപ്പൊ നമുക്ക് ഉറപ്പാണെങ്കിൽ ഇപ്പൊ നമുക്ക് അറിയില്ലല്ലോ. ആ ക്യൂരിയോസിറ്റി ആണ് നമ്മളെ ഒരു റെഗുലർ സോർട്ട് ഓഫ് അഡിക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകണമെന്നാണ് ഈ സ്റ്റാറ്റസ് ഉള്ള ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ പറയണത്. മേ ബി ടു എൻ എക്സ്റ്റെൻഡ് ആളുകൾക്ക് അറിയാം. ഇപ്പൊ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. ശരിയാണ്, ഞാൻ എത്ര ഓക്കെ, ഇത് ശരിയായില്ല, അത് ശരിയായില്ല, ഓക്കെ ഇങ്ങനെ ചെയ്യണേ. നമുക്ക് യു ഓൾവേസ് കമ്പയർ ഇറ്റ് ടു വെയർ യുവർ നമ്പർ. ഇപ്പൊ എത്ര മില്യൺ വ്യൂസ് ആയോ, അപ്പോൾ നമ്മുടെ ദർ ഇസ് എ സ്റ്റാറ്റസ്, ലൈക്ക് ആ മില്യൺ വ്യൂവിന് ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ഓക്കെ, ആ മില്യൺ വ്യൂ എത്തിയില്ല, സോ ഓക്കെ ദർ ഇസ് സംതിങ് റോങ്. നമ്മൾ ആ സ്റ്റാറ്റസിന് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വീടും കാറും എന്ന് പറഞ്ഞ പോലെ അതേ അവസ്ഥ തന്നെ. എൻ്റെ വീട് ചെറുതാണ്, ഷോറേക്ക് ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു ഇതാണ്. ഇപ്പം ഞാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, തമിഴ്നാട്ടിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ലോഡ്ജ് വെച്ചാൽ അക്കോമഡേഷൻ്റെ മുതലാളി കോടീശ്വരനാണ്, ഒരു രക്ഷയില്ലാത്ത കോടീശ്വരനാണ്. പക്ഷെ പുള്ളി ഒരു ലൂണയ്ക്കകത്ത് ഒരു മുണ്ട് കൊടുത്ത് പല്ലും തേക്കത്തില്ല, ഇങ്ങനെ വരും. പുള്ളി വന്നിട്ട് ഇത് ചെയ്യും. പക്ഷേ പുള്ളിയുടെ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ താമസിക്കാനും കഷ്ടമാണ്. പക്ഷെ പുള്ളിക്ക് ഭയങ്കര ലാൻഡ് അസറ്റ്സാ, ഭയങ്കര. കാരണം പുള്ളി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിന്താഗതി ഇത് പിന്നെ പൊട്ടന എന്നുള്ള രീതിയിൽ. പക്ഷേ ഹി ഡസൻ വോണ്ട് ഇറ്റ്, ലൈക്ക് പുള്ളിക്ക് സ്റ്റാറ്റസിന്റെ ആവശ്യമില്ല. അപ്പോൾ പുള്ളി അത് ആ രീതിയിൽ ജീവിക്കുന്നത്. പുള്ളിയുടെ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അസറ്റ്സ് അക്വയർ ചെയ്യുന്നതിലാണ് എന്നുള്ളതാണ്. പുള്ളിയെ സക്സസ്ഫുൾ ആവുന്നതിലാണ് പുള്ളിയുടെ ആ സ്റ്റാറ്റസ് ഗെയിം പുള്ളി ഇത് ചെയ്യുന്നത്. പുള്ളിയുടെ പിയർ ഗ്രൂപ്പിൽ ചിലപ്പോൾ അതായിരിക്കാം ഇതാവുന്നത്. ഞാൻ ആലോചിക്കണം,
ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി നശിച്ചു പോയത്. രാവിലെ എഴുന്നേറ്റ് എത്ര ലൈക്സ് കിട്ടി, ഷെയർ കിട്ടിയെന്ന് ആലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ ഹാവ് ഹേർഡ് ഫ്രം പീപ്പിൾ. അപ്പോൾ റെഗുലറി ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ ഈവൻ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാണ്ട് എവറി സെക്കൻഡ് അവർ ഒരു സോർട്ട് ഓഫ് ഒബ്സസീവായിട്ട് നോക്കി എത്രത്തോളം അത് പോയത് അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ഇത്രയും ബാഡായിട്ടുള്ള ഒരു സിനാരിയോ അല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമുക്ക് ഉണ്ടാവുന്നത് തന്നെയാണ് വിൽ സ്റ്റോർ പറയുന്നത്. നമ്മൾ ഈ സ്റ്റാറ്റസ് ഗെയിം ഇപ്പം അൺലെസ് ഇറ്റ്സ് ദ തേർഡ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്. സോ ഈസ് ദർ എ ബെറ്റർ വേ ടു ഡു ഇറ്റ്? നമുക്ക് ഇതിനെ എങ്ങനെയെങ്കിലും പോസിറ്റീവായിട്ട് നമുക്ക് ഈ സ്റ്റാറ്റസ് ഗെയിമിനെ യൂസ് ചെയ്യാൻ പറ്റുമോ? പോസിറ്റീവായിട്ട് പറയണത് ഇപ്പോൾ വിൽ സ്റ്റോർ ഉണ്ട്, യു ക്യാൻ നെവർ ഗെറ്റ് ഔട്ട് ഓഫ് സ്റ്റാറ്റസ് ഗെയിം എന്നാണ് ഒരു പരിധി വരെ. പക്ഷേ അറ്റ്ലീസ്റ്റ് യു ക്യാൻ മാസ്റ്റർ ഇറ്റ്. നമ്മൾ മാസ്റ്റർ ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മൾ മാസ്റ്റർ ചെയ്യാന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് യു ഷുഡ് നോ വാട്ട് സ്റ്റാറ്റസ് ഈസ്, അല്ലെങ്കിൽ ഏത് സ്റ്റാറ്റസ് ഡ്രൈവാണ് നമ്മളെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുവാണെങ്കിൽ യു ക്യാൻ സോർട്ട് ഓഫ് പ്ലേ വിത്ത് ഇറ്റ് റാദർ ദാൻ സ്റ്റാറ്റസ് പ്ലേയിങ് ഓൺ യു. യു ഷുഡ് ബി ഏബിൾ ടു കേപ്പബിൾ ഇനഫ് ടു പ്ലേ ഓൺ സ്റ്റാറ്റസ്. ഇപ്പോൾ ലിജിനൊരു കാര്യം ചെയ്യണത് അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യണത്, ഇഫ് നോബഡി എൽസ് ഈസ് വാച്ചിങ് യു, വുഡ് യു സ്റ്റിൽ ഡു ദാറ്റ്? ഗുഡ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഡ്രിവൺ ബൈ എ സ്റ്റാറ്റസ്. അല്ല, ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ആളുകളെ കാണിക്കാൻ അല്ലെങ്കിൽ ആളുകൾ അതിനെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ യു ആർ ഡൂയിങ് ഇറ്റ് ഫോർ മേ ബി സം അതർ റീസൺസ്. അതാണ് അതിൻ്റെ ഒരു പോയിന്റ്, അതിൻ്റെ ഒരു കാമ്പ് എന്താണ്. കാരണം നമുക്ക് യു ഷുഡ് ബി, ഇപ്പം നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ആർ യു ഡൂയിങ് ദിസ് ഫോർ യുവർ സെൽഫ് ഓർ ആരും കാണുന്നില്ലെങ്കിൽ? ഐ ലൈക്ക് ടു ദാറ്റ് അപ്രോച്ച്. അല്ലേ, ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണത് മിക്കവാറും ചിലപ്പോൾ ആളുകൾ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആളുകളെത്തി ആളുകളുടെ അപ്രീഷിയേഷൻ കഴിച്ച് പല രീതിയിലും നമ്മൾ ഡ്രൈവ് ചെയ്യണില്ല. പക്ഷേ ഐ ഓൾവേസ് ബിലീവ് ഇഫ് യു നോ വാട്ട് ഈസ് സോർട്ട് ഓഫ് ഡ്രൈവിങ് യു, ഇപ്പോൾ നമ്മുടെ ഒരു ഇപ്പോൾ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യണതാണ് നമ്മളതിനെ ഡ്രൈവ് ചെയ്യണതെന്നെങ്കിൽ, ഇപ്പോൾ ഐ പേഴ്സണലി ലുക്ക് ബാക്ക് ചെയ്യുമ്പോൾ ഒരു സമയത്ത് എന്നെ അത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ ഐ ലവ്ഡ് പീപ്പിൾ മേ ബി ക്ലാപ്പിംഗ് മീ വെൻ ഐ എം സോർട്ട് ഓഫ് ഓൺ എ സ്റ്റേജ് ഓർ സംഭവം. പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഞാനത് അതിനെ എങ്ങനെ വേറെ രീതിയിൽ മാറ്റിയെടുക്കാൻ നോക്കിയപ്പോൾ മേ ബി നമ്മൾ കുറച്ച് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റേജ് എത്തിക്കാൻ നമുക്ക് അത് ഡ്രൈവ് ചെയ്യേണ്ടാവില്ലായിരിക്കും. എന്നെ അത് അങ്ങനെ ഡ്രൈവ് ചെയ്യില്ല. ഐ ഡോണ്ട് കെയർ ഇപ്പോൾ ആളുകൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത്. ഇപ്പോൾ പക്ഷെ അങ്ങനെയുള്ള ആ ഒരു സ്റ്റേജിലേക്ക് വേറെ പ്രശ്നം എന്താ വെച്ചാൽ വി ആർ ട്രൈങ് ടു ഇംപ്രസ് ദം. നമ്മൾ ആ ഒരു വാലിഡേഷനാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് വുഡ് സ്റ്റോപ്പ് യു ഗ്രോയിങ്. അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് എത്താൻ നമ്മളെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് എനിക്കൊരു റിഫ്ലക്റ്റീവ് ലേണിംഗ് ഉണ്ടായ ഒരു സോർട്ട് ഓഫ് ഏരിയ ആണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് യു ഷുഡ് നോ വിച്ച് ഗെയിം ഈസ് പ്ലേയിങ് ഓൺ യു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ബെറ്റർ ടു ചൂസ് വൺ സ്റ്റാറ്റസ്. ഇപ്പോൾ പുള്ളി പറയുന്നത് ആ ഒരു സക്സസ് സ്റ്റാറ്റസ് യൂസ് ചെയ്യാൻ നോക്കുക റാദർ ദാൻ ഡൂയിങ് നമ്മളൊരു എല്ലാവരേക്കാളും ടോപ്പായി ഓവർകം ചെയ്യാണ്ട്. പക്ഷേ ഓൾവേസ് ബി, ഇപ്പം ഇതിന് മാസ്റ്റർ ചെയ്യാന്ന് പറയുന്ന ഒരു സീക്രട്ട് എന്ന് പുള്ളി പറയുന്നത് ബി ഹംബിൾ വെൻ സമ്മൺ ഇസ് ലൂസിങ്. അല്ല, ഇപ്പം നമ്മൾ ഒരു റാദർ ദാൻ മറ്റുള്ള ഒരാളുകളെ കളിയാക്കാതെ ജസ്റ്റ് ബി ഓൺ ഗ്രൗണ്ട്, ബി വിത്ത് ദം. അപ്പോൾ അത് നമ്മളെ ഒരു വേറൊരു ലെവൽ ഓഫ് മാസ്റ്ററിങ് സ്റ്റാറ്റസ് ലെവലിലേക്ക് കൊണ്ടെത്താൻ പറ്റുന്ന പറയുന്നത്. അപ്പോൾ ആ ഒരു എംപത്തി എന്ന് പറയുന്ന വേർഡ് തന്നെ ഹീസ് സോർട്ട് ഓഫ് സമ്മൺ ഹു നോസ് വെൻ സമ്മൺ ഈസ് ലൂസിങ് ദ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അല്ലേ, അതെ, എനിക്ക് തോന്നുന്നു ദെൻ ദി ഓൺലി തിങ് ദാറ്റ് വിൽ ഡ്രൈവ് ദം ഈസ് സക്സസ്. സക്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുക, അല്ല മറ്റുള്ളവരുടെ ലൈഫിൽ സംഭവിക്കുക, മറ്റുള്ളവരെ പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളതായിരിക്കാം അവരെ ഡ്രൈവ് ചെയ്യുന്ന സ്റ്റാറ്റസ്. നമ്മളെപ്പോഴും പറയാറില്ലേ, ഹൗ മെനി പീപ്പിൾ ഹാവ് യു സ്പോക്കൺ ടു, അല്ലെ ഹൗ മെനി ലൈഫ്സ് ഹാവ് യു ടച്ച്ഡ് ഇൻ യുവർ ലൈഫ്. അതൊരു സ്റ്റാറ്റസ് ആണ്. ആ ഒരു സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയർഡ് ഹാലുസിനേഷൻ ആണ്. ഞാനും നീയും നമ്മളെല്ലാവരും സ്റ്റാറ്റസിന് വേണ്ടി. അപ്പോൾ ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് ഇഫ് യു ലേൺ വാട്ട് ഈസ് ഡ്രൈവിംഗ് യു, ദ മോർ യു വുഡ് ബി ഏബിൾ ടു ഫൈൻഡ് വാട്ട്സ് ഡ്രൈവിംഗ് ദ അതർ പേഴ്സൺ. ഇപ്പോൾ അത് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിക് ടാക്ടിക് ആയിട്ട് ഉപയോഗിക്കാവുന്ന പറയുന്നത്. ഐ തിങ്ക് അല്ലെ, ഇപ്പോൾ ഒരാൾക്ക് ഒരു എപ്പോഴും പ്രൈസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഗീവ് ഹിം സം പ്രൈസ്, ഡസന്റ് കോസ്റ്റ് മച്ച്. ഇൻഫ്ലുവൻസിൽ മറ്റേ ഒരു ബുക്കിൽ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് അതായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് സക്സസ് ആവണതാവും ഇഷ്ടം. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഞാനൊരു ഹിപ്നോട്ടിക് ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പോൾ വി സോർട്ട് ഓഫ് ടെൻ ടു നമ്മൾ പേഴ്സണലി കോച്ച് ചെയ്യുമ്പോഴൊക്കെ ആളുകളെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ നോക്കാറുണ്ട്. ഓക്കെ, ഇമാജിൻ യു ആർ അപ്പോൾ ദേ ഹാവ് ദാറ്റ് ഫീലിംഗ് അല്ലേ. അപ്പോൾ ഐ തിങ്ക് അതൊരു കൺസെപ്റ്റാണ്. എനിക്ക് ഐ ക്വൈറ്റ് ലൈക്ക് ഇറ്റ്. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇപ്പോൾ ഇതിന് പെർമനൻ്റ് ആയിട്ട് ജയിക്കുക എന്നുള്ളൊരു ഇപ്പോൾ ഈ സ്റ്റാറ്റസ് ഗെയിം എന്ന് വേണം നമുക്ക് പറയാവുന്നത്. ഈസ് ദർ എ വേ? ഐ ഡോണ്ട് തിങ്ക് സോ. ഐ തിങ്ക് അക്കോർഡിംഗ് ടു വിൽ സ്റ്റോർ ആണെങ്കിൽ ദർ ഇസ് നോ പെർമനന്റ് വിൻ. ഇതിൽ പെർമനന്റ് വിൻ ഇല്ല. എപ്പോഴും നമ്മൾ ഓഫ് ദ ഡേ യുവർ സ്റ്റാറ്റസ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ സമ്മൺ എൽസസ് സ്റ്റാറ്റസ്.
നമ്മളുടെ സ്റ്റാറ്റസിൽ വേറെ ആരെങ്കിലും തട്ടി മാറ്റും. ഇപ്പം നമുക്കൊരു പെർമനൻ്റ് ഒരു സ്റ്റേജിലും ഇരിക്കാൻ പറ്റില്ല. നമുക്ക് സം ടൈം ചിലപ്പോൾ ഇരിക്കാൻ പറ്റും. കാരണം ആ ഒരു ടൈം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടല്ലോ. ഇറ്റ് ഈസ് നത്തിങ് ഔട്ട്, ഇറ്റ് ഇസ് നോട്ട് ഇൻ യുവർ കൺട്രോൾ. 100% കൺട്രോൾ ഇല്ല. ഇല്ല നമുക്കില്ല. അപ്പോൾ നമ്മൾ എത്രയൊക്കെ നമ്മൾ വിജയിച്ചു തോന്നിയാലും വൺ ഡേ യു വിൽ ബി റീപ്ലേസ്ഡ് എന്ന് പറയില്ലേ. അപ്പോൾ ഡോണ്ട് ഗെറ്റ് സോ ഒബ്സസ്ഡ് വിത്ത് ദ സ്റ്റാറ്റസ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡ്രൈവിങ് യു. എന്നിട്ട് അവിടെ നിന്ന് ഇഫ് യു ക്യാൻ സോർട്ട് ഓഫ് പ്ലേ വിത്ത് ഇറ്റ്, കുറച്ച് നമുക്കൊരു മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു വിൽ ബി മോർ സാറ്റിസ്ഫൈഡ് ആയിരിക്കാമെന്ന് പറയുന്നത് ലൈഫിൽ. I think that's a good end to that. അല്ലേ, നമുക്ക് I think പറയുന്നത് ഇപ്പോൾ the goal is to play without losing the humanity. ആ എമ്പതിയിൽ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യാതെ നമ്മൾ എത്ര ഇതായാലും ഒബ്സസ്ഡ് ആയാലും ഇപ്പോൾ സക്സസിൽ ഒബ്സസ്ഡ് ആയാലും നമ്മുടെ അസറ്റ്സിൽ ഒബ്സസ്ഡ് ആയാലും എന്തായാലും യു ഷുഡ് ഹാവ് ദ എമ്പതി ആൻഡ് യു ഷുഡ് ലുക്ക് റൈറ്റ് ഇൻ ടു പീപ്പിൾസ് ലൈഫ്. ലൈക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെന്റാലിറ്റി എപ്പോഴും ഉണ്ടാകും. So, Shami, if there's one thing that you can take away from this book, what would it be? I think I quite liked it. ഞാൻ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ആലോചിച്ചൊരു കാര്യം ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഇഫ് ഐ വാസ് ടീച്ചിങ് ദിസ് ടു മൈ സൺ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ചോദ്യം ഞാൻ ആലോചിച്ചായിരുന്നു. ഐ വാസ് തിങ്കിങ് ലൈക്ക് എങ്ങനെ നമുക്ക് അവരുടെ വൺ മെസ്സേജ് ഇഫ് ഐ ക്യാൻ ടീച്ച് സം. അപ്പോൾ ഐ വാസ് തിങ്കിങ് ഒരു മോർ സോർട്ട് ഓഫ് ഇപ്പം നമ്മൾ ഡിഡ് യു പ്ലേ എനി ഗുഡ് ഗെയിംസ് ടുഡേ ഓർ ഡിഡ് ദാറ്റ് ഗെയിം പ്ലേ ഓൺ യു? I quite liked it. അല്ലേ, നമ്മൾ മിലനാണെങ്കിലും പാലക്സ് ആണെങ്കിലും ഫുട്ബോൾ കളിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടഡ് ദെയർ കോച്ചിങ്. ആ ഒരു 5-6 വയസ്സ് 7 വയസ്സിലേക്ക് കടക്കണുള്ളൂ രണ്ടുപേരും. അപ്പോൾ ചിലപ്പോൾ അവർ വന്ന് പറയാറുണ്ട് ഐ കുഡ്ന്റ് മേക്ക് എ ഗോൾ, എനിക്ക് ഗോൾ കിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവർ ആദ്യം ഫുട്ബോൾ വിടാൻ അത്ര വലിയ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഇവർ ദെയർ ലൂസിങ് ദെയർ ഈഗോ. അപ്പോൾ നമ്മൾ കളി കഴിഞ്ഞ് വരുമ്പോൾ ഇവരെന്ത് പറയും, ഇറ്റ്സ് നോട്ട് എ ഗെയിം ദാറ്റ് യു ഹാവ് ടു വിൻ, ഇറ്റ്സ് എ ഗെയിം പ്ലേ. അല്ല, നമ്മൾ യു ആർ ഷെയറിങ് ദാറ്റ് ഈഗോ. അപ്പോൾ ഞാൻ മിലനെ കുറച്ചിങ്ങനെ അതിലൊന്ന് ട്യൂൺ ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ പുള്ളി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും തന്നെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ഞങ്ങളുടെ ടീം ജയിച്ചു, വി ലൂസ് ആസ് എനിക്ക് ഗോൾ അടിച്ചില്ല എന്ന് പറയുന്നതിന് പകരം ഞങ്ങളുടെ ടീം ജയിച്ചു എന്ന് പറയുന്നത്. ഒരു ഫോക്കസ് ഈസ് ചേഞ്ചിങ് ഫ്രം ദം ടു ലൈക്ക് അവർ സെൽഫ് ടു സമൺ എൽസ്, അല്ലെങ്കിൽ ആ ഒരു ആസ് എ ഗ്രൂപ്പ്. ഐ തിങ്ക് ദാറ്റ് ഈസ് എ ഗുഡ് വേ റാദർ ദാൻ ഐ വിൻ വി വിൻ എന്ന് പറയില്ലേ. ഐ ലൈക്ക് ദാറ്റ് ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നുന്നു ആളുകൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പം നാട്ടിലെല്ലാവരും കളിയാക്കുന്ന കാര്യങ്ങൾ NRIസിന് വലിയ ആവശ്യമില്ലാതെ വീട് പണിയുന്നു എന്ന് പറയുമ്പോൾ there could be a reason why you feel like you have to do it in your life. Unknown reason. It's a game or it's a dream. We are all living a dream of hallucination of status. അതെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡ് ബാക്ക് ചെയ്തിട്ടൊന്ന് നമ്മളെ തന്നെ ഒന്ന് അസസ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ ഇതിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഒരു വേ ഓഫ് തിങ്കിങ് എങ്ങനെയാണെന്ന് സ്റ്റാറ്റസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും. മേ ബി യു ക്യാൻ ദെൻ ഇഫ് യു വോണ്ട് ടു ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഇതും ഉണ്ടാവുമായിരിക്കും. സോ താങ്ക് യു സാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത സാസിൽ കെയറിനും ഒത്തിരി താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് us know. ഇതിനകത്ത് കമൻ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ സ്റ്റാറ്റസ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണ് എന്നുണ്ടെങ്കിൽ പോസിറ്റീവ്ലി ഒരു നെഗറ്റീവ്ലി ഇൻ ദി കമൻറ്റ്സ് ആൻഡ് ദെൻ വി വിൽ നോ ലൈക്ക് എങ്ങനെയാണ് ആളുകൾ സ്റ്റാറ്റസ് പ്ലേ ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റുമല്ലോ. നമുക്ക് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് സ്റ്റാറ്റസിനെ പറ്റിയിട്ട് കുറച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണ്, കാരണം വി ബീൻ സോർട്ട് ഓഫ് വെരി ആക്റ്റീവായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകൾ അതിൽ ഓരോ കമൻറ്റ് നമ്മൾ പേഴ്സണലി തന്നെ നമ്മൾ പല ആളുകൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ people are coming with a lot of issues. ചിലപ്പോൾ they may not know like സ്റ്റാറ്റസ് ആയിരിക്കും അവരെ ഡ്രൈവ് ചെയ്യണത് എന്നുള്ളത് അല്ലേ. അതെ, സത്യമായിട്ട്. ഓക്കെ, താങ്ക് യു ഫോർ എപ്പിസോഡ്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആരുടെ കൂടെ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ.